ഹായ്, നമസ്കാരം. അമ്മു സി ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അമ്മു. നമ്മൾ എല്ലാ ദിവസവും ഒരുപാട് തവണ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. ഒരാളെ കാണുമ്പോൾ, സംസാരിച്ചു തുടങ്ങുമ്പോൾ, അങ്ങനെയുള്ള വാക്കുകൾ. അതെ, ഇന്ന് നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ആളുകളെ എങ്ങനെ ഗ്രീറ്റ് ചെയ്യാം എന്ന് പഠിക്കാൻ പോവുകയാണ്. വളരെ സിമ്പിൾ, പക്ഷേ കോൺഫിഡന്റ്ലി ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെഡിയല്ലേ? ലെറ്റ്സ് ബിഗിൻ. അപ്പോ ഈ ലെസൺ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആകുമെന്ന് ഞാൻ ആദ്യം പറയാം. ഒന്നാമതായി, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ഗുഡ് നൈറ്റ്. ഈ 4 ബേസിക് ഗ്രീറ്റിംഗ്സ് നമ്മൾ പഠിക്കും. രണ്ടാമത്, എപ്പോൾ, ഏത് ഗ്രീറ്റിംഗ് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഒരു സംശയവുമില്ലാതെ മനസ്സിലാക്കൂ. ഉച്ചയ്ക്ക് 12 കഴിഞ്ഞ് 1 മിനിറ്റ് ആയാൽ ഗുഡ് മോർണിംഗ് പറയണോ, ഗുഡ് ആഫ്റ്റർനൂൺ പറയണോ? ആ കൺഫ്യൂഷൻ നമ്മൾ മാറ്റും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഗുഡ് നൈറ്റ് പറയുമ്പോൾ നമ്മളിൽ പലരും വരുത്തുന്ന ഒരു ചെറിയ തെറ്റുണ്ട്. അതിന്ന് നമ്മൾ ഫിക്സ് ചെയ്യും. സൂപ്പർ ഈസി ലെസൺ ആണ്. നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വൺ. രാവിലെ നമ്മൾ എണീക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ ആദ്യമായി കാണുമ്പോൾ എന്തു പറയും? ഗുഡ് മോർണിംഗ്. എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഗുഡ് മോർണിംഗ്. അടിപൊളി. ഒരു എക്സാമ്പിൾ. ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗ്രേറ്റ് ഡേ. ഇനി ഉച്ചയായി. വാട്ട് ഡു വി സേ? ഗുഡ് ആഫ്റ്റർനൂൺ. റിപ്പീറ്റ് വിത്ത് മീ. ഗുഡ് ആഫ്റ്റർനൂൺ. ആ ആഫ്റ്റർനൂൺ എന്ന വാക്ക് ശ്രദ്ധിക്കണം. കൊള്ളാം. എക്സാമ്പിൾ. ഗുഡ് ആഫ്റ്റർനൂൺ സർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? സമയം വൈകുന്നേരമായി. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ പറയും ഗുഡ് ഈവനിംഗ്. ഒന്ന് പറഞ്ഞു നോക്കൂ. ഗുഡ് ഈവനിംഗ്. വളരെ നന്നായി. എക്സാമ്പിൾ സെന്റൻസ്. ഗുഡ് ഈവനിംഗ് എവ്രിവൺ, വെൽക്കം ടു ദ പാർട്ടി. ആൻഡ് ഫൈനലി, ദിവസം കഴിഞ്ഞു, നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. അല്ലെങ്കിൽ രാത്രിയിൽ ഒരാളോട് യാത്ര പറഞ്ഞ് പിരിയുകയാണ്. അപ്പോൾ മാത്രം പറയുന്ന വാക്ക് ഗുഡ് നൈറ്റ്. ഒന്നുകൂടി, ഗുഡ് നൈറ്റ്. അത് ശരിയായി. എക്സാമ്പിൾ. ഗുഡ് നൈറ്റ്, സ്ലീപ്പ് വെൽ. സോ ദ 4 greetings are good morning, good afternoon, good evening and good night. Simple, right? ഇനി എപ്പോഴാണിത് ഓരോന്നും യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇതിനൊരു വെരി സിമ്പിൾ ടൈം ഗൈഡ് ഉണ്ട്. രാവിലെ എണീക്കുന്നതു മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് മോർണിംഗ്. കറക്റ്റ്. 12 മണി കഴിഞ്ഞാൽ 12 PM മുതൽ വൈകുന്നേരം ഒരു 5 മണി വരെ നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയും. ഇനി ശ്രദ്ധിക്കണം. വൈകുന്നേരം 5 മണിക്ക് ശേഷം നിങ്ങൾ ഒരാളെ കാണുകയാണെങ്കിൽ, മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഗുഡ് ഈവനിംഗ് എന്നാണ് പറയേണ്ടത്. അത് രാത്രി 8 മണിക്ക് കണ്ടാലും 9 മണിക്ക് കണ്ടാലും. എ പാർട്ടി ഈസ് സ്റ്റാർട്ടിംഗ് അറ്റ് 10 PM. യു സേ ഗുഡ് ഈവനിംഗ്. അപ്പോ ഗുഡ് നൈറ്റ് എപ്പോഴാണ് പറയേണ്ടത്? ഗുഡ് നൈറ്റ് ഇസ് എ ഫെയർവെൽ. അതായത് ബൈ ബൈ എന്ന് പറയുന്നത് പോലെ പിരിയുമ്പോൾ മാത്രം പറയുന്ന ഒന്നാണ്. ഇറ്റ് ഇസ് നോട്ട് ഫോർ മീറ്റിംഗ് സംവൺ. ഈ ഒരു പോയിന്റ് എപ്പോഴും ഓർക്കണം. ഇപ്പോൾ പറഞ്ഞ കാര്യത്തിലാണ് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും വലിയ കൺഫ്യൂഷൻ വരുന്നത്. ലെറ്റ്സ് ക്ലിയർ ഇറ്റ് നൗ. നമ്മൾ മലയാളത്തിൽ രാത്രി ഒരാളെ കാണുമ്പോൾ ശുഭരാത്രി എന്ന് പറയാറുണ്ട്, അല്ലേ? ബട്ട് ഇൻ ഇംഗ്ലീഷ് അത് തെറ്റാണ്. ഇമാജിൻ ദിസ്. നിങ്ങൾ രാത്രി 8 മണിക്ക് ഒരു ഫ്രണ്ടിനെ കാണുന്നു. നിങ്ങൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹൈ എന്നല്ല, ബൈ, ഞാൻ പോകുന്നു എന്നാണ്. The conversation ends before it even starts. So, this is wrong. Good night, nice to meet you. The correct way is good evening, nice to meet you. വേറൊരു എക്സാമ്പിൾ. രാത്രി വീട്ടിൽ വരുന്ന അങ്കിളിനോട് തുടക്കത്തിലെ ഗുഡ് നൈറ്റ് അങ്കിൾ എന്ന് പറയരുത്. പകരം ഗുഡ് ഈവനിംഗ് അങ്കിൾ എന്ന് പറഞ്ഞ് വെൽക്കം ചെയ്യണം. അങ്കിൾ തിരിച്ചു പോകുമ്പോൾ യു ക്യാൻ സേ ഗുഡ് നൈറ്റ് അങ്കിൾ. അപ്പോ ഇതാണ് നമ്മുടെ ഗോൾഡൻ റൂൾ. ഇത് വേണമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചോ. ഗുഡ് ഈവനിംഗ് ഇസ് ഫോർ മീറ്റിംഗ്, ഗുഡ് നൈറ്റ് ഇസ് ഫോർ ലീവിംഗ്. ഈ ഒരു താളത്തിൽ അങ്ങ് ഓർത്തു വെച്ചാൽ മതി. മീറ്റിംഗിന് ഈവനിംഗ്,
ലീവിംഗിന് നൈറ്റ്. ഗോട്ട് ഇറ്റ്? ഓക്കെ, ഈ ഗോൾഡൻ റൂൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്ന് നമുക്ക് നോക്കാം. ഞാനൊരു സിറ്റുവേഷൻ തരാം. റെഡിയല്ലേ? നിങ്ങൾ രാത്രി 7 മണിക്ക് ഒരു ഫ്രണ്ടിനെ കാണുകയാണ്. യു സേ, ഹൗ ആർ യു? വാട്ട് ഈസ് ദ കറക്റ്റ് വേർഡ് ഇൻ ദ ബ്ലാങ്ക്? ഓപ്ഷൻസ് ആർ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ് ഓർ ഗുഡ് നൈറ്റ്. ദി ആൻസർ ഈസ് ഗുഡ് ഈവനിംഗ്. എക്സലന്റ്. നിങ്ങൾ ഗുഡ് ഈവനിംഗ് ആണ് തിരഞ്ഞെടുത്തതെങ്കിൽ യു ഹാവ് അണ്ടർസ്റ്റുഡ് ടുഡേസ് ലെസൺ പെർഫെക്റ്റ്ലി. കാരണം നമ്മൾ രാത്രി ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ ഗുഡ് ഈവനിംഗ് ആണ് പറയേണ്ടത്. ബ്രില്യന്റ്. ഓക്കെ, സോ ലെറ്റ്സ് ഡു എ സൂപ്പർ ക്വിക്ക് റീക്യാപ്പ്. രാവിലെ മുതൽ 12 PM വരെ ഗുഡ് മോർണിംഗ്, 12 PM മുതൽ 5 PM വരെ ഗുഡ് ആഫ്റ്റർനൂൺ, PM ശേഷം ഒരാളെ കാണുമ്പോൾ ഗുഡ് ഈവനിംഗ്, രാത്രി പിരിയുമ്പോൾ മാത്രം ഗുഡ് നൈറ്റ്. ഇത്രയേ ഉള്ളൂ. സി, വെരി വെരി സിമ്പിൾ. ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മുതൽ ഡേ ആൻഡ് നൈറ്റ് യു ക്യാൻ ഗ്രീറ്റ് എവ്രി വൺ വിത്ത് കോൺഫിഡൻസ്. ഇത് എവ്രിഡേ ലൈഫിൽ തീർച്ചയായും യൂസ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരുക ആൻഡ് ഷെയർ ദിസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നമ്മുടെ അടുത്ത ലെസൺ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കോണും ക്ലിക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ചായ വേണോ, വെള്ളം വേണോ, ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാമെന്ന് നമ്മൾ പഠിക്കും. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി യൂസ്ഫുൾ. Thank you so much for watching. See you in the next class. Bye-bye.